തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദങ്ങൾ എതിർചേരി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് പരിശോധിക്കണമെന്ന് CPI. മതന്യൂനപക്ഷങ്ങൾ LDFിൽ നിന്ന് അകന്നുപോയോ എന്നും പരിശോധിക്കണം. ജനകീയ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും വിജയിക്കാത്തതിനെപ്പറ്റി പരിശോധന വേണമെന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN ഇന്നലെ ചേർന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വളരെ വിശദമായി വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. വാർത്താക്കുറിപ്പിൽ പറയുന്ന 3 പ്രധാന കാര്യങ്ങളും CPIഎമ്മിന് പൊതുവിൽ വിയോജിപ്പുള്ള കാര്യങ്ങളാണ്. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് CPIഎം പറയുന്നതെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് തന്നെയാണ് CPI ഈ വാർത്താക്കുറിപ്പിലൂടെയും പരോക്ഷമായി വ്യക്തമാക്കുന്നത്. ഇത്രയധികം ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായി എന്ന കാര്യം ആഴത്തിൽ പരിശോധിക്കണമെന്നാണ് ഈ CPIയുടെ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം ശബരിമല വിഷയമാണ്. അക്കാര്യത്തിലും തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാണ് CPIഎമ്മിന്റെ വിലയിരുത്തൽ. എന്നാൽ CPIയുടെ വാർത്താക്കുറിപ്പ് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എതിർചേരി എങ്ങനെയാണ് വിനിയോഗിച്ചതെന്ന കാര്യത്തിൽ പരിശോധന വേണമെന്നാണ്. ഇതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടായിട്ടില്ല എന്ന CPIഎം വാദത്തെയും CPI തള്ളിക്കളയുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് അങ്ങ് സംഭവിച്ചത്, മാത്രമല്ല അതിനെന്താണ് ഒരു പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ആഴത്തിൽ വിലയിരുത്താനായി CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം 28-29 തീയതികളിൽ വിളിക്കുമെന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.